2026 വിഷു വർഷഫലം. ചോതി നക്ഷത്രക്കാർക്ക് ഈ 2026 എന്ന് പറയുന്ന വിഷുഫലം അനുസരിച്ച് കർമ്മരംഗത്ത് പുതിയ ആശയാവിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവരാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നേടാനും കഴിയുന്ന വർഷമാണ്. ജീവിതത്തിലെ പലതരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളെ തേടി എത്തുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അശ്രദ്ധ മൂലം അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഭാര്യാഭർത്തൃ ജീവിതത്തിലോ കുടുംബത്തിലോ ഒക്കെ അകൽച്ചകളും പ്രശ്നങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് കുടുംബജീവിതമൊക്കെ തിരികെ കിട്ടാനും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ പുതിയ തരത്തിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തിക നേട്ടം മാത്രം പ്രതീക്ഷിച്ചല്ല നിങ്ങൾ പലതും ചെയ്തു തുടങ്ങിയതെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ആദായമൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്ന വർഷമാണ്. തൊഴിൽ രംഗമൊക്കെ പുഷ്ടിപ്പെടുന്നതാണ്. ഗൃഹപ്രവേശം, വീട് പണി തീർത്ത പാലുകാച്ചൽ നടത്തി ഗൃഹപ്രവേശമൊക്കെ നടക്കുന്നതാണ്. പ്രവാസികളായിട്ടുള്ള വിദേശത്തുള്ള ആളുകൾക്ക് അവരുടെ ബന്ധുമിത്രാദികളെ അച്ഛനമ്മമാരെയൊക്കെ കൂടെ നിർത്താനായിട്ട് കൊണ്ടുപോവുകയും അവരെ കൂടെ നിർത്തുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. സ്വന്തം സ്ഥാപനം, അതായത് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ ഓൺലൈനായിട്ട് നടത്തുന്നതാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നല്ല ആദായമൊക്കെ പ്രതീക്ഷിക്കാം. വസ്തു വിൽപ്പനയിലൊക്കെ നല്ല ലാഭം, വസ്തു വിൽക്കാനൊക്കെ ഉള്ളവർക്ക് അത് വിറ്റ് അതിൽ നിന്ന് നല്ല ലാഭമൊക്കെ കിട്ടുന്നതാണ്. വിദേശത്ത് പോകാനായിട്ട് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശത്ത് തൊഴിൽ നേടി പോകാനിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള അവസരമൊക്കെ വന്നു ഭവിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ടാകുന്നുണ്ട്. വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു വർഷമാണ് പൊതുവിലെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആദായം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ കഠിന പരിശ്രമവും അധ്വാനവും മൂലം നിങ്ങൾക്ക് പല പ്രതിബന്ധങ്ങളെയും പല പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് നീക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു വർഷം മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നതാണ്. വാടക ഇനത്തിലും മറ്റ് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുമായി ചേർന്ന് താമസിക്കാനും ഒരുമിച്ച് താമസിക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങൾ ക്രമീകരിക്കുകയും അതുപോലെ തന്നെ ജോലി ഭാരം കുറയുന്നതിനായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ സമയം ജോലി ചെയ്ത് മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ കുറയ്ക്കാൻ പറ്റുന്നൊരു വർഷമാണിത്. നേരത്തെ പല പദ്ധതികളിലും പണം നിക്ഷേപിച്ചവർക്ക് ആസൂത്രിതമായിട്ട് തന്നെ ആ പണം പിൻവലിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ അവരുടെ ഗുണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ പണം ചെലവഴിച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് സമയം ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. ജ്വരാദി രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, തലവേദന ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പിടിപെടുന്നത് കൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് വല്ലാത്തൊരു ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കുടുംബത്തിൽ ദാമ്പത്യ ക്ലേശം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വർഷാവസാനത്തോടു കൂടി വർഷാദ്യത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വേർപിരിയാൻ പോകുന്ന ഒരുമിക്കുമെങ്കിലും വർഷാവസാനത്തോടു കൂടി നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി മൂലമോ സംസാരം മൂലമോ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം താറുമാറാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോടതി വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയ സാധ്യത ഉറപ്പാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുകയും വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പരീക്ഷാദികളിലൊക്കെ വിജയം ഭവിക്കുന്നതാണ്. മനോദുഃഖം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. എങ്കിലും നിങ്ങൾക്ക് അതിനെയൊക്കെ വെല്ലുവിളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. ഗുരുജന വിയോഗങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. അത് നിങ്ങൾക്ക് മനോദുഃഖം ഉണ്ടാക്കുന്നതുമാണ്. എന്തായാലും കൂടുതൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനും ഗുണാധിക്യം കൂടിയിരിക്കുന്നതിനുമായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം നീല ശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും.